ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡിസൈനർ കുർത്തിയാണ്. ഞാൻ കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസസ് നമുക്ക് വേണം. നമുക്ക് മാറ്റി വെക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ നെറ്റ് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സാധാരണ കട്ട് ചെയ്യുമ്പോൾ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം, അതായത് 4 ഇഞ്ച്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ലൈൻ വരഞ്ഞു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ പീസ് ഒന്ന് ഇതിന്റെ മേലെ വെച്ച് കൊടുക്കാം. പീസ് ഇതിന്റെ മേലെ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ അടയാളപ്പെടുത്തിയ മാർക്കിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് വേണം നമുക്ക് വെച്ചു കൊടുക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വരും. അത് സീം എലമെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആം ഹോൾ. ഇവിടം വരെ വരും ആം ഹോൾ. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമുക്കൊരു കർവ് ലൈൻ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഏകദേശം 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്നും ഒരു ലൈൻ വരഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ പോയിന്റ് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. സീം എലമെന്റ്സിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടും. ഇതുപോലെ ഈ പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ പാറ്റേൺ ഇങ്ങനെയാ ഉണ്ടാവുക. അതിന്റെ ഈ ഒരു സൈഡ് മാത്രം നമുക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ചെറിയ കട്ട്സ് കൊടുക്കാം. ഇതിന്റെ നല്ല വശം എടുക്കുക. ഇതാണ് ഇതിന്റെ സെന്റർ പോയിന്റ്. നമുക്ക് ഈ പീസസ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. ഇതിൻ്റെ ലെങ്ത്ത് 8.5 ഇഞ്ച്. ഇതിൻ്റെ രണ്ട് സൈഡ്സ് ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് സൈഡ്സും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കോട്ടൺ മെറ്റീരിയലിലെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അയൺ ചെയ്തെടുക്കാം, കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുർത്തി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ റൗണ്ട് നെക്ക് നമുക്ക് വരഞ്ഞെടുക്കാം. ഫാബ്രിക്കിന്റെ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ വെച്ച് കൊടുക്കാം. കറക്റ്റ് സെന്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓൾറെഡി ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ചിട്ട് പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെറിയ ചെറിയ നോച്ചസ് കൊടുക്കാം. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഈസിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പതിച്ചടിക്കാം. റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരു ജാക്കറ്റ് സ്റ്റൈലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെന്ററിൽ ഒരു സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.